ഒരു സാക്ഷ്യം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് സുവിശേഷ സന്ദേശങ്ങളാണ് ആമുഖമായിട്ട് ഞാൻ പറഞ്ഞത്. അത് താങ്ങാൻ പറ്റാത്ത ഭാരം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ദിവ്യ എന്നും പറഞ്ഞൊരു നേഴ്സ് വയനാട്ടിലുള്ള അവർ ഒരു സാക്ഷ്യം പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി ആ സാക്ഷ്യം കേട്ടപ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു GNM ജനറൽ നേഴ്സാണ്. ഇവരുടെ താങ്ങാൻ പറ്റാത്ത ഭാരം എന്താണ്? ഇവരെ ജനറൽ നേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, സാധാരണ ഒരു നേഴ്സിംഗ് BSc സ്കിൽഡ് പ്രൊഫഷണലല്ല. അപ്പോൾ ഈ സാധാരണ നേഴ്സിന് കൂടിപ്പോയി കിട്ടാവുന്ന ശമ്പളം 30,000 രൂപയോ അവരൊക്കെ കിട്ടത്തുള്ളൂ. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇവരെ ആവശ്യമില്ല. പലപ്പോഴും ഈ ഉടമ്പടി കൊണ്ട് കുറേ ആൾക്കാർ ചാടിപ്പോയി എന്നുള്ള കാര്യം സത്യമാണ്. GNMകാർ ഒത്തിരി പേര് ഉടമ്പടിയിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട്. അത് അമ്മ ചിറക് കൊടുത്തിട്ട് പറപ്പിച്ച് വിട്ടതാണ്. അല്ലാത്ത ആൾക്കാർക്ക് നാട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ദിവ്യയുടെ പ്രശ്നം എന്ന് പറയുന്നത്, ദിവ്യയുടെ വീട്ടിൽ 15 ലക്ഷം കടമുണ്ട്. അപ്പം ഈ 2 കുഞ്ഞുങ്ങളെ, ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാനുണ്ട് അവർക്ക്. അപ്പം തന്നെ കുടുംബം മൂക്കറ്റം ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന കണ്ടീഷനാണ്. കര പിടിക്കാൻ പാടായിരിക്കും. കാര്യം ഇപ്പം തന്നെ 15 ലക്ഷം കടവാണ്. അപ്പനും അമ്മയും അങ്ങോട്ട് ചെല്ലുന്തോറും പ്രോഗ്രസ് ചെയ്തിരിക്കുന്നത് ഓൾഡ് ഏജിലേക്കാണ് പ്രോഗ്രസ് ചെയ്യണത്. മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും വയസ്സിൻ്റെ ആവശ്യതകൾ വരുന്നുണ്ട്, ജോലിക്കേട് വരുന്നുണ്ട്, വരുമാനക്കുറവ് വരുന്നുണ്ട്. അപ്പോൾ ഭാവിയിലേക്ക് നോക്കിയിട്ട് ഇരുട്ടാണ്. ഭാവിയിലേക്ക് നോക്കിയിട്ട് ഇരുട്ടാണ്. കാര്യം 15 ലക്ഷം കടവുണ്ട്, അതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പനും അമ്മയും പ്രായത്തിലേക്ക് കിടക്കുന്നു, വരുമാന വഴികൾ അടഞ്ഞു പോകുന്നു, ഇരുട്ട് കയറുന്നു. ഈ ഇരുട്ട് കയറുന്ന കാലത്ത് കർത്താവ് ഒരു അപ്പക്കഷ്ണം ഇട്ട് കൊടുക്കും അവൾക്ക്. എന്താണ്? ഒരു വചനമാണ് ഇട്ട് കൊടുക്കുന്നത്. അവൾക്ക് 15 ലക്ഷം, അവൾക്ക് GNM ഉള്ളൂ. ഇതുകൊണ്ട് നമ്മൾ എങ്ങനെ ജോലി ചെയ്താലും ഈ 15 ലക്ഷത്തിൻ്റെ കടം അടയത്തില്ല. അതാണ് വിഷയം. പിന്നെ അവൾക്ക് കല്യാണം കഴിച്ചു പോകണം, അനിയത്തിനെ പഠിപ്പിക്കണം, ഇതൊന്നും നടക്കത്തില്ല. ജീവിതം അതിൻ്റെ മുഴുവൻ ഭാരങ്ങൾ ഒറ്റയടിക്ക് ഒരു സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇപ്പം ചില നമ്മൾ കടത്തുള്ളതൊക്കെ പോകുമ്പോൾ കുറേ ആൾക്കാരൊക്കെ പണ്ട് മരിച്ചത് എങ്ങനെയാണ്? ആരെങ്കിലും ഒരുത്തം കയറി ഒരു വില്ലിക്ക് ചവിട്ടും, ഭാരമെല്ലാം അങ്ങോട്ട് വരുമ്പോൾ വെള്ളം അങ്ങോട്ട് കവന്നു പോകും. അതുപോലെ ഭാരം ഒരു മൂലക്ക് തൂങ്ങാൻ തുടങ്ങി. ആര്? ഇവരുടെ അപ്പനും അമ്മയും വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പഴയതുപോലെ ചിന്തിക്കാനോ ചാലഞ്ച് എടുക്കാനോ ഉള്ള കലിബർ ഇല്ല. കാശില്ലെന്നേ അപ്പം പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയാൻ പറ്റണില്ല. ജീവിതം കയ്യിൽ നിന്ന് വിട്ടുപോയത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹം കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഇവിടം വരെ തുഴഞ്ഞു, ഇനി തുഴയാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് കൊണ്ടാണ് കാശില്ല. നീ എവിടെയെങ്കിലും ജോലിക്ക് കയറുന്നാണ് അപ്പം പറയണത്. എന്നുവെച്ചാൽ തുഴഞ്ഞ് തളർന്ന്, അതുകൊണ്ടാണ് പറയണത് കാശില്ല, ഇനി പഠിക്കാൻ പറ്റത്തില്ല, നീ എവിടെയെങ്കിലും ജോലിക്ക് കയറുന്നു പറഞ്ഞു. ആ അപ്പന്മാരുടെയൊക്കെ ഒരു സങ്കടം എന്ന് പറയണതേ, ഇതൊക്കെയാണ് ബൈബിൾ അഡ്രസ്സ് ചെയ്യണത്. അതാണ് ഭാരം വഹിക്കുന്നവനെ നിങ്ങൾ എൻ്റെ അടുക്ക വരിക എന്ന് പറയുന്ന കാര്യം. ജീവിതം ഭാരപ്പെട്ടതാണെന്ന് ഈ ഔസപിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവിതം കണ്ടപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. സങ്കീർത്തനം 37:5 നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ഈ സങ്കീർത്തനത്തിന് ഇങ്ങനെ ഒരു ഇടക്കാലം കൊണ്ട് എനിക്ക് എത്രയോ വർഷമെടുത്താണ് വെളിപാട് ദൈവം നൽകുന്നത്. അതിൽ ജീവിതത്തിന് താക്കോലായിരിക്കുന്ന ഒരു വചനമാണ്. എന്താണ്? അതുപോലും നോക്കിയിട്ട് കിട്ടണില്ല. അത് എവിടെയോ ഒളിച്ചിരിക്കണം ആ വചനം. എന്താ പറയണത്? ഒന്നിനു വായിച്ച് സങ്കീർത്തനം 37
5 നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസമർപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും. അപ്പൊ നമുക്ക് താങ്ങാനാവാത്ത ഭാരമായ ജീവിതം ആരെ ഏൽപ്പിക്കാനുള്ളതാണ്? കർത്താവിനെ ഏൽപ്പിക്കാനുള്ളതാണ്. ഇങ്ങനെ കർത്താവിനെ ഏൽപ്പിക്കാൻ പല മാർഗങ്ങളുണ്ടെങ്കിലും ഏറ്റിരിക്കുന്നുവെന്ന് കർത്താവ് ഇങ്ങോട്ട് പറയുന്ന നമുക്ക് അക്നോളജ്മെൻ്റ് കിട്ടുന്ന ഒരു സംഭവം ഉടമ്പടി മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്ക് സെൻഡ് ചെയ്യാം, ഒരു അക്നോളജ്മെൻറ്റ് അത് കൈപ്പറ്റിയതായിട്ട് രസീത് കിട്ടത്തില്ല. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം കൈപ്പറ്റി രസീത് കിട്ടുമെന്നുള്ളതാണ്. അത് രേഖയാണല്ലോ, അത് കോടതിയിലും കാണിക്കാം. കൈപ്പറ്റി രസീത് കിട്ടണമെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. പല ആൾക്കാരും കൈപ്പറ്റി രസീത് കൊടുക്കത്തില്ല. സാധനം കൈപ്പറ്റിയതായിട്ട് ഏക്കണ്ടേ, ഉത്തരവാദിത്തമുള്ളത്. അപ്പോൾ കൈപ്പറ്റി രസീത് കിട്ടണ ഒരു മാർഗം എന്താണ്? ഉടമ്പടിയാണ്. കാര്യം എന്താണ്? അത് വാഗ്ദാനങ്ങളിലുള്ളതാണ്. വാഗ്ദാനം ദൈവം ഒരു 0 ലെവലിൽ നിന്ന് മനുഷ്യനെ ഉയർത്തിക്കൊണ്ട് വരണത് വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു പക്ഷെ നമ്മൾ 0 ആയിരിക്കാം, പക്ഷെ നമ്മളതുകൊണ്ട് സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഇതിന് ഈ 0 ലെവലിൽ നിന്ന് ഒരു മനുഷ്യനെ അടിക്കടി ദൈവം ഉയർത്തണത്. ഇപ്പം മാനവും പോയി, കാശും പോയി, ജീവിതവും ഇല്ല, പെരുവഴിയിലായി, നാട്ടുകാർക്കും വേണ്ട, വഴിയരികിലായി കിടക്കുന്ന ഒരു ജീവിതം. അതിനിങ്ങനെ ചുമ്മാ ഒരു ആശംസ കൊണ്ട് പൊക്കിയെടുക്കണ കാണാം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. എസെക്കിയേൽ 16:7 മുതൽ വായിച്ചേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ആരാധന ആരാധന യേശുവേ ആരാധന. എസെക്കിയേൽ 16:6 മുതലുള്ള തിരുവചനങ്ങൾ. എസെക്കിയേൽ 16:6. ഞാൻ നിന്റെ അടുക്കിലൂടെ കടന്നു പോയപ്പോൾ നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു ജീവിക്കുക വയലിലെ ചെടി പോലെ വളരുക. എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു വചനമാണിത്. ഇത് ഈ വചനം എങ്ങാനും നമ്മുടെ മനസ്സിന് മാംസമായ ജീവിതം ഇങ്ങനെ 16 ചിറകിൽ പറക്കണ കാണാം. ചുമ്മാ ഒരു ആശംസ കൊണ്ടാണ് ഒരാളെ പൊക്കിയെടുക്കണത്. ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി അനുഗ്രഹിച്ചതിന്. എൻ്റെ പേര് സുബി രാജ്. ഞാൻ അടൂർ, പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡാണ് റിജു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 31 ഒക്ടോബർ 2023 അതിലൊരു നിയോഗമായിരുന്നു. ഞങ്ങളുടെ പുതിയൊരു വാഹനവുമായി ബന്ധപ്പെട്ട ഒരു കേസ് കൺസ്യൂമർ കോർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരണം എന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് ഹസ്ബൻഡ് പറയും. 2023 എൻ്റെ ഒരു കൺസ്യൂമർ കേസ് ഉണ്ടായിരുന്നു. അതായത് ഒരു പുതിയ വാഹനം എടുത്തുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഡാമേജ് വെഹിക്കിളായിരുന്നു എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിരുന്നുണ്ട്. അതിൽ പലതരത്തിലുള്ള കോൺവെർസേഷൻ നടന്നതിന് ശേഷവും എനിക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റെസ്പോണ്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വാഹനം മാറ്റി വരികയോ അല്ലെങ്കിൽ കൊടുത്ത എമൗണ്ട് തിരിച്ചു തരികയോ ചെയ്തിട്ടുണ്ട്. 2,25,000 രൂപ ഉണ്ടായിരുന്നു. ആ എമൗണ്ട് എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനത് കേസ് ഡിസ്ട്രിക്ട് കേസിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, കോർട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഏകദേശം ഒരു 4-5 മാസത്തോളം ഒരു നീക്കുപോക്കും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പലയിടത്തും തിരക്കാൻ പറഞ്ഞത് വർഷങ്ങളെടുക്കും, കേസുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാ മാസവും ഇതുപോലെ കേസ് വിളിക്കുമ്പോൾ പോകുന്നു. അതുപോലെ ഈ എതിർഭാഗം എനിക്ക് വക്കീലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ ഡ്രാഫ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ വാദിച്ചതും എല്ലാം. അപ്പം എതിർഭാഗത്തെ വക്കീൽ ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറയുന്നു, അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്നു, വാദങ്ങളൊന്നും ശരിയായി പോകുന്നില്ല. അപ്പോൾ ഇത് ഒരുപാട് കാലഘട്ടം എടുക്കുമെന്നുള്ള കാര്യം എൻ്റെ ജോലിയിൽ നിന്ന് ഞാനിങ്ങനെ ലീവ് എടുത്തിട്ട് ഇതുപോലെ കേസിൻ്റെ പുറകെ നടക്കുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അതിൽ ആക്ച്വലി 2 മെമ്പേഴ്സും ഒരു പ്രസിഡൻറ്റുമാണ് ഉള്ളത്. ഞാൻ പോകുമ്പോഴെല്ലാം ഒരു പ്രസിഡൻറ്റും ഒരു മെമ്പറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്.
എന്നാൽ എൻ്റെ ഭാര്യ ഇതുപോലെ ഞങ്ങളിവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൽ ഈ ഉപ്പും തൈലവുമായിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അതുമായിട്ടാണ് കേസിന് പിന്നീട് ഒരിക്കൽ പോയത്. ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു എന്ന് നമുക്ക് തീരുമാനിക്കാം, ചിന്തിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേ ദിവസം 2 മെമ്പർ ഉണ്ടായിരുന്നു, ഒരു അതുപോലെ പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു. അഡീഷണൽ ഉണ്ടായിരുന്ന മെമ്പർ അന്ന് എനിക്ക് വേണ്ടി സംസാരിച്ചു. അതുവരെ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഒന്നിനും ഒരു നീക്കുപോക്ക് ഉണ്ടാകാതെ പോയിരുന്ന കാര്യം അന്ന് ജസ്റ്റ് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് വേണ്ടി അവിടെ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ആ മെമ്പർ എനിക്ക് വേണ്ടി സംസാരിച്ചു, എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്തു. എനിക്ക് അനുകൂലമായിട്ടുള്ള വിധികൾ അവിടെ ഉണ്ടായി. അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് എതിർഭാഗം വക്കീൽ പല രീതിയിലുള്ള സംസാരങ്ങളുണ്ടായി. അതിനുശേഷം അടുത്തൊരു ദിവസത്തിലേക്ക് അത് മാറ്റിവെച്ചു. ആ മാറ്റിവെച്ച തീയതിയിൽ ചെന്നപ്പോഴും എൻ്റെ വാഹനവും എൻ്റെ ഫുൾ എമൗണ്ട് റീഫണ്ട് തരാനായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വിധി. അത് അവർ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കോടതി വിധി മുന്നോട്ട് തന്നെ പോയി. ജനുവരി 2024 3-ാം തീയതി എനിക്ക് വിധി വന്നു. ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്യണം, അതുപോലെ കോമ്പൻസേഷൻ എമൗണ്ട് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്ട്രിക്ട് കോർട്ടിൽ വിധി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എതിർഭാഗം വക്കീൽ സ്റ്റേറ്റ് കൺസ്യൂമർ കോർട്ടിൽ അത് അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ വിധി അത് എനിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഞാൻ അതിന് പുറകെ വീണ്ടും പോയി. അപ്പം മെയ്യിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മെയ്യിലെ കേസ് വീണ്ടും ഒക്ടോബറിലേക്ക് മാറ്റിച്ചു. അങ്ങനെ കുറച്ച് ലാഗ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കേസ് പിന്നെ 2025 ജനുവരിയിലേക്ക് വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനിടയ്ക്ക് നമ്മുടെ സ്റ്റേറ്റ് കൺസ്യൂമർ കോർട്ടിൽ പോയപ്പം അന്വേഷിച്ചു കേസിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതിന് ഇവരോട് താമസം എടുക്കുമോ, പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി. അവിടെ അഡ്മിനിൽ ഞാൻ ചെന്ന് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ആരാണ് നിങ്ങളുടെ വക്കീലെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് വക്കീലൊന്നുമില്ല, ഞാൻ തന്നെയാണ്. അപ്പോൾ എതിർഭാഗത്ത് ആരെന്ന് നോക്കിയപ്പം അവിടെ ഒരു പ്രശസ്തനായിട്ടുള്ളൊരു വക്കീലായിരുന്നു. അപ്പോൾ ആ വക്കീലിൻ്റെ പേര് കണ്ടപ്പോൾ തന്നെ അവിടെ നിന്ന് അഡ്മിനിലുണ്ടായിരുന്ന മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു, റിജു ഇത് തന്നെ കൊണ്ട് കൂട്ടേ കൂടുന്ന കാര്യമല്ല, കാരണം വളരെ സീനിയറായിട്ടുള്ള ഒരു വക്കീലാണ്, ഇദ്ദേഹത്തോടൊന്ന് സംസാരിച്ച് നിൽക്കാൻ ജൂനിയർ വക്കീലന്മാർക്ക് പോലും മടിയാണ്, കാരണം അത്രയും സീരിയസ് ആയിട്ട് കേസ് ഹാൻഡിൽ ചെയ്യുന്നൊരു വക്കീലാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ ആകെയുള്ള കോൺഫിഡൻറ്റ് പോയി. എന്ത് ചെയ്യാന്നറിയില്ല, കേസോ കാര്യങ്ങളോ ഒന്നും എൻ്റെ ജീവിതത്തിലൊന്നും ഉണ്ടായിട്ടില്ലാത്തൊരു കാര്യമാണ്. ഇതിന് ഒരുപാട് വർഷം നീണ്ടുപോകുന്ന കേസാണ്. ഏതെങ്കിലും ഒരു സീനിയർ വക്കീലിനെ തന്നെ വെച്ച് ഈ കേസ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല എന്നെൻ്റെ ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് 1-2 വക്കീലോട് സംസാരിച്ചു. നല്ല രീതിയിലുള്ള ചാർജസ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് സിറ്റിങ്ങിനനുസരിച്ച് ചാർജ് വരുമെന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഓൾറെഡി എനിക്ക് കുറേ നഷ്ടങ്ങൾ വന്നു, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും. ഞാൻ ആകെ ജനുവരിയിൽ ഈ കേസ് വെച്ച സമയത്ത് ഞാൻ ഹിയറിങ്ങിന് ചെന്ന സമയത്ത് എൻ്റെ കയ്യിൽ ആകെ ഉപ്പും തൈലും ഉണ്ട്. പോകുന്ന വഴിക്ക് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്, അതുപോലെ സാക്ഷികളും കേട്ടുകൊണ്ടാണ് പോകുന്നത്. എൻ്റെ കയ്യിൽ ആകെ ഒരു മെറിട്ടെന്ന് പറയുന്നത് ഈ പറയുന്ന തൈലം അതുപോലെ ഉപ്പുണ്ട്, ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം മാത്രം. ഞാൻ ആ കോർട്ടിലേക്ക് ചെന്നു, അവിടെ ഇരുന്നു, എല്ലാവരും വന്നു. കേസുകൾ ഓരോന്നോരോന്നായി വിളിച്ചു പോകുന്നുണ്ട്. ഞാൻ അവിടെ ഇരിക്കുമ്പം ശ്രദ്ധിച്ചു ഒരു വക്കീൽ വരുന്നു, അതുപോലെ 2 വക്കീൽ ഒരുമിച്ച് വരുന്നു. അപ്പം ഇവരെ കണ്ടപ്പോൾ തന്നെ അവിടെ വക്കീലന്മാരെ ഒരല്പം സ്പേസ് കൊടുക്കുന്നു, റെസ്പെക്റ്റ് കാണിക്കുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നോർമലി ഇത്രയും പേര് വന്നിട്ട് പോലും ഈ ഒരു ബിഹേവിയർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആൾ കുറച്ചുകൂടെ സീനിയറാണ്, ഇങ്ങനെയാണ്, എനിക്കത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ പേര് കേസിലേക്ക് വിളിച്ചു. അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലവും ഉണ്ട്, ഉപ്പുമുണ്ട്. എനിക്ക് വേണ്ടി ഒരു വഴി ഒരുക്കി തരണം, എന്നെ കൊണ്ട് അധികം സംസാരിപ്പിക്കല്ല, കാരണം ഈ കേസ് എത്ര നാൾ പോകുമെന്ന് എനിക്കറിയത്തില്ല. പറ്റുമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് എന്നെ സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് ഒരു ദിവസം കൊണ്ട് തീർപ്പാക്കി തരണം, കാരണം എൻ്റെ ഇത് കേസ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീണ്ടുപോകും, പൈസ കിട്ടാൻ താമസിക്കും, അതുപോലെ ഇതിൻ്റെ പുറമോട്ടുള്ള ബുദ്ധിമുട്ട്, ട്രാവൽ എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. ദൈവമാതാവ് ഇത് എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീർപ്പാക്കി തരണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അത്ഭുതം എന്ന് പറയാം. ഞാൻ എൻ്റെ കേസ് വിളിച്ചു, അവിടെ ചെന്ന് നിന്നു. എൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് പേപ്പറുകൾ മുഴുവൻ അങ്ങ് താഴെ പോയി. ഉള്ള കോൺഫിഡൻറ്റ് മൊത്തത്തിൽ പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ആ പേപ്പർ വാരിക്കൂട്ടി ഞാൻ ജഡ്ജിലേക്ക് നോക്കി. അപ്പോൾ തന്നെ എതിർഭാഗം വക്കീലുണ്ടായിരുന്നത് സംസാരിച്ച് ഓൾമോസ്റ്റ് അവരുടെ കൺവീൻസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്ത് സംസാരിക്കണമെന്ന് അറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ച ദൈവം എന്നെ കൊണ്ട് അധികം സംസാരിപ്പിക്കില്ലെന്നായിരുന്നു. ഞാൻ എൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരു മെമ്പർ എനിക്ക് ഡിസ്ട്രിക്ട് കോർട്ടിൽ കിട്ടിയതുപോലെ തന്നെ ആ മെമ്പർ എനിക്ക് വേണ്ടി സംസാരിച്ചു, എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി. 3 പേരും ആ ഒരേ തീരുമാനത്തിലേക്ക് എത്തി, ഈ കേസ് ഒറ്റ ദിവസം കൊണ്ട് ഡിസ്മിസ് ചെയ്യിപ്പിക്കും എന്നുള്ള രീതിയിലേക്ക്. ആ കാര്യം കേട്ടപ്പോൾ തന്നെ മറ്റേ വക്കീൽ അത് ഫേവറബിൾ അല്ല, നല്ലതല്ല, അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് വീണ്ടും അതിലൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഫൈനലി ആ ജഡ്ജ് പറഞ്ഞു ഈ കേസിന് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് വിത്ത് കോമ്പൻസേഷൻ അഡീഷണൽ ഞാൻ ഇഷ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു.
ലാസ്റ്റ് നിവൃത്തികേട് കൊണ്ട് കേസ് ഡിസ്മിസ് ചെയ്യാമെന്നും 20,000 രൂപ എനിക്ക് അഡീഷണൽ കോമ്പൻസേഷൻ, നോർമലി എനിക്ക് ഉണ്ടായിരുന്ന 2,25,000 പ്ലസ് 10% പെർ ആനും ഇൻട്രസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു. അതിനൊപ്പം അഡീഷണലി സ്റ്റേറ്റിലേക്ക് വന്നതിനോട് 20,000 കൂടി അഡീഷണൽ ഇടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അന്ന് ഞാൻ ആ ജീവിതത്തിൽ ആദ്യമായിട്ട് പഠിച്ചൊരു പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് സംസാരിച്ചു. ദൈവിക കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ എഫർട്ട് ഇടാൻ പാടില്ല, നമ്മൾ ആകെ ചെയ്യേണ്ട കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യം മാത്രമായിരുന്നു. അത് പലതവണ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പിന്നീട് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഞാൻ ജഡ്ജിലേക്ക് നോക്കിയ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നത് മാതാവ് അവിടെ ഉണ്ടെന്നൊരു ഫീൽ എനിക്ക് അവിടെ കിട്ടി. മാതാവിനെ ജഡ്ജിമാരുടെ പുറകിലായിട്ട് ആ ഒരു ഭിത്തിയിൽ എനിക്ക് അവിടെ ആ ഒരു ഏരിയയിൽ മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ആകെ ഉണ്ടായിരുന്ന ധൈര്യം എന്ന് പറഞ്ഞാൽ. ഈ വിധി വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആകെ ഒരു ധൈര്യം എനിക്കത് മാത്രമായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടി അവിടെ സംസാരിപ്പിച്ചതും ആ കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഡിസ്മിസ് ആക്കിയതും എനിക്കിത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം വർഷങ്ങൾ നീണ്ടു പോകുന്ന അവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞ കേസാണ് ഒറ്റ ദിവസം കൊണ്ട് ആ ഡിസ്മിസ് ആക്കി എൻ്റെ ആ ഒരു എനിക്ക് ആ ഫുൾ എമൗണ്ടും കോമ്പൻസേഷനും ഇഷ്യൂ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 20,000 എനിക്ക് അഡീഷണൽ കോസ്റ്റ് അവിടെ പറഞ്ഞ സമയത്ത് അതിനുശേഷം ഈ വക്കീലിനോട് കുറേ സംസാരിച്ച് അവർ പറഞ്ഞു എൻ്റെ ഇൻട്രസ്റ്റുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ചാർജസ് എല്ലാം ഒഴിവാക്കി കൊടുക്കണം. അങ്ങനെ ഒരു നെഗോസിയേഷൻ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും മിണ്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് വേണ്ടി മാതാവ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് അവർ കൺവിൻസ് ചെയ്തൊരു 15 രൂപയിലേക്ക് അഡീഷണൽ കോമ്പൻസേഷൻ പറഞ്ഞു. പിന്നീട് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടപ്പം ഞാൻ ഒരു അബദ്ധം കാണിച്ചു. ഞാൻ സംസാരിച്ചു, എനിക്കിതുപോലെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അധികം കുറയ്ക്കല്ലേ എന്നൊരു രീതിയിൽ ഞാനൊരു മണ്ടത്തരം കാണിച്ചു. ഞങ്ങൾ സംസാരിച്ചു. അതിൻ്റെ ബേസിസിൽ അത് വീണ്ടും എമൗണ്ട് കുറഞ്ഞു. അതായത് അങ്ങനെ സംസാരിച്ചതിൻ്റെ പേരിൽ 15 എന്നുള്ള 10 പിന്നെ ഞാൻ എന്തോ പറയാമെന്ന് പിന്നെ അത് 7.5 എന്നൊക്കെ പറഞ്ഞാൽ മിണ്ടിയില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി ഞാനത് സംസാരിക്കും തോറും ബുദ്ധിമുട്ടാവുള്ളൂ. കാരണം ദൈവം ഇടപെട്ട ഒരു കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല, പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ. ഞാനത് വിട്ടു. അപ്പം അഡീഷണൽ വന്ന കോസ്റ്റ് അവിടെ എനിക്ക് 5,000 ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ എൻ്റെ അതുവരെയുള്ള ഫുള്ള് 10% ഇൻട്രസ്റ്റ് കോസ്റ്റ് എല്ലാം ചേർത്ത് എനിക്ക് 2,25,000 രൂപ ചിലവായാലും 3 ലക്ഷം രൂപയോളം എനിക്ക് കോമ്പൻസേഷൻ ഉൾപ്പെടെ എനിക്ക് അവിടുന്ന് വിധി വന്നിട്ടുണ്ട്, വിധി കിട്ടി. ഞാൻ അതുമായിട്ട് മടങ്ങി. ഞാൻ വളരെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ഡിസ്ട്രിക്റ്റിൽ തന്നെ ഇത്രയും മാസങ്ങൾ നടന്ന കേസ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ വർഷങ്ങൾ പോകുമെന്നുള്ള ചിന്തയിലാണ് ഞാൻ വന്നത്. എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മാതാവ് എനിക്ക് എൻ്റെ ഫുൾ എമൗണ്ട് എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് പറയാൻ അതിനുശേഷം ഞാൻ ഭയങ്കര ഒരു കോൺഫിഡൻ്റാണ്. എനിക്ക് എന്ത് കാര്യത്തിനും അതിനുശേഷം എനിക്കൊരു ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ പോയി 3 തരത്തിൽ ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. ഇതെങ്ങനെ പാസ്സാവുമെന്ന് എനിക്കറിയാം. ഞാൻ ആഗ്രഹിച്ചതാണ് ഇതിനടുത്ത് ജോലിക്ക് കയറണം എന്നുള്ള കാര്യത്തിൽ. ആദ്യത്തെ തരത്തിൽ പാസ്സായപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ പിന്നെ എണ്ണയും ഉപ്പുമായിട്ടാണ് പോയത്. രണ്ടാമത്തെ തലത്തിലേക്ക് കുറച്ച് ടഫാണ്. അപ്പം അത് പാസ്സാവുന്നുള്ള എനിക്ക് ഗ്യാരണ്ടിയുള്ള കാര്യമൊന്നുമില്ല. അതുപോലെ ഞാൻ ഇതുപോലെ തന്നെ സാക്ഷ്യവും കണ്ടുകൊണ്ട് ഈ ഉടമ്പടി തൈലുമായിട്ടാണ് പോയത്. എന്നെ നല്ല കംഫോർട്ടാക്കിക്കൊണ്ടാണ് എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ചോദിച്ച കാര്യങ്ങളും സംസാരിച്ച കാര്യങ്ങളും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാൻ പറ്റി. പിന്നെ 3rd സ്റ്റേജ് സ്റ്റേറ്റ് ലെവലിലുള്ളൊരു പിന്നെ ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂവിന് എനിക്ക് പോകാൻ പറ്റി. അവിടെയും ഇതുപോലെ തന്നെ കുറേ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ അകത്ത് പോയി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ കംഫോർട്ടായിക്കൊണ്ട് എനിക്ക് ആ ജോലി അത്ഭുതം എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജോലിയിൽ കയറിയ സമയത്ത് പിന്നെയും ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം ട്രെയിനിങ് കഴിഞ്ഞ് എനിക്ക് ലൊക്കേഷൻ തരുന്ന സമയത്ത് അവിടെ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. അത് എങ്ങനെയെങ്കിലും അപ്പ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. എന്നിലൊരു കോൺഫിഡൻറ്റ് അവർ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. കൊണ്ടുവരുന്നൊരു വിശ്വാസം ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എന്നോട് അവർ വിശ്വാസം തന്നിട്ടുണ്ട്. എനിക്ക് അങ്ങയുടെ വിശ്വാസമുള്ളത്, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഫസ്റ്റ് മാസം തന്നെ എനിക്ക് നവംബർ 24 തന്നെ ഞാൻ ചാർജ് എടുക്കുന്നത്. 6 ദിവസം കൊണ്ട് തന്നെ 3 ടൈംസ് ബെറ്ററായിട്ട് പെർഫോമൻസ് എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് മന്തിലേക്ക് എനിക്ക് 36th പൊസിഷനിൽ നിന്ന് എൻ്റെ ആ ഒരു ലൊക്കേഷൻ എനിക്ക് 9th പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് വളരെ രീതിയിൽ ഹൈലൈറ്റ് ആവുകയും പിന്നെ അത് ഓരോരുത്തരും എന്നെ അപ്രിസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പനിയിൽ തന്നെ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ബുദ്ധിമുട്ടല്ല, തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിലും രാവിലെയും വൈകിട്ടുള്ള പ്രാർത്ഥനയോ കാര്യങ്ങളൊന്നും എനിക്ക് പണ്ടുണ്ടായിരുന്നില്ല. ഈ ഉടമ്പടിയിലേക്ക് വന്നതിന് 30 വയസ്സുണ്ട്. ഇതിനിടയ്ക്ക് ഈ ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ദിവസവും രാത്രിയിലും അതുപോലെ രാവിലെയും പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അതിൻ്റേതായ അനുഭവങ്ങളെന്ന് പറയുമ്പം എവിടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എനിക്ക് ഒരിടത്തും അധികം തടസ്സപ്പെടേണ്ടി വന്നിട്ടില്ല. എൻ്റെ പ്രശ്നങ്ങളെല്ലാം എനിക്ക് പരിഹരിച്ച് അവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഒരു സാക്ഷ്യമോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലോ ഞാനിങ്ങനെ സംസാരിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ഫസ്റ്റ് ടൈം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഒരു സാക്ഷ്യം പറയാൻ എനിക്ക് അറിയില്ല. ഇങ്ങനൊരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടാകുമെന്ന് പോയി ഞാൻ മുമ്പ് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ എനിക്കിത് എൻ്റെ മാതാവിനോടും എൻ്റെ ഈശോയോടും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ ഈശോയോടും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് പറയാൻ കാരണം, നമുക്ക് ദൈവം എന്തെങ്കിലും അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു അനുഗ്രഹം പുറത്ത് പറയാതിരിക്കുകയാണെങ്കിൽ അതൊരു വലിയ കള്ളത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം എൻ്റെ ഈ അനുഭവം എന്നെപ്പോലെ പല ആൾക്കാർ അനുഭവങ്ങളോട് പറയാറുണ്ട്. ആരുടെയെങ്കിലും ജീവിതത്തിൽ അത് എപ്പോഴെങ്കിലും അവർക്കും ഇതുപോലെ നല്ല അനുഭവം ഉണ്ടാവും എന്നുള്ള ചിന്തയിൽ ദൈവത്തെ വിശ്വസിക്കുകയും അതുപോലെ ഈ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടാവും. എൻ്റെ ഒരു സാക്ഷ്യം കേട്ട് ആർക്കെങ്കിലും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഞാനും കൃതാർത്ഥനാണ്. എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൃപാസനം പത്രം ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് പോയാണ് കൊണ്ടു കൊടുക്കുന്നത്. അത് ബസ് സ്റ്റാൻഡിലും അതുപോലെ ഓട്ടോ സ്റ്റാൻഡിലും പള്ളി പ്രദേശങ്ങളിലൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുള്ളത്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഓർഫനേജിൽ പോയി അവിടെയുള്ളവരെ കാണും, അതുപോലെ അവരോട് കുറച്ച് നേരം സംസാരിക്കുകയും പിന്നെ ഞങ്ങളെക്കൊണ്ടാകുന്ന വിധത്തിൽ പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്യും, ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഈ തെരുവുകളിൽ കിടന്നുറങ്ങുന്നവർക്കൊക്കെ ആണെങ്കിലും നമ്മൾ ഡ്രസ്സ് കൊണ്ട് കൊടുക്കുകയും ഫുഡൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ആത്മീയമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന വളർച്ച എന്ന് വെച്ചാൽ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞങ്ങൾക്ക് എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയോ അതുപോലെ നേരത്തെ പള്ളിയിൽ പോവുക അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ പള്ളിയിൽ മുടങ്ങാതെ പോവാറുണ്ട്. ഇത്രയും ചെയ്തു തന്നെ എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഈ പുണ്യ അൾത്താരയിൽ വന്ന് നിൽക്കാൻ എനിക്ക് ധൈര്യം തന്നതിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. എൻ്റെ പേര് സിനു സെബാസ്റ്റ്യൻ. ഞാൻ എടത്തുവായിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2023 ഏപ്രിൽ 10 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ശാരീരികമായും മാനസികമായിട്ടുമൊക്കെ ഞാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു നിമിഷമായിരുന്നു. ഞാനൊരു അധ്യാപികയാണ്, ഒരു എയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. ആ എയ്ഡഡ് സ്കൂളിലെ നിയമനങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. 2016 ഞാനൊരു ജോലിക്ക് പ്രവേശിച്ചതാണ്. പക്ഷേ എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സാകാതെ പല തടസ്സങ്ങളായിട്ട് അത് നീണ്ടു പോവുകയായിരുന്നു. അതിൻ്റെ ഇടെ 2 പ്രാവശ്യം എനിക്ക് ആ ജോലിയിൽ തന്നെ റിവേർഷൻ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് പല ഓഫീസുകളിലും ആ ഒരു അപ്പോയിൻമെൻറ്റ് അവർ എടുക്കാറില്ലായിരുന്നു. പല തടസ്സങ്ങൾ പറഞ്ഞ് അതിങ്ങനെ നീക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയം ഞാൻ വളരെയധികം വിഷമിച്ചു. ഒരു അധ്യാപികയാകാൻ വളരെയധികം ആഗ്രഹിച്ച ആളായിരുന്നു. പക്ഷേ അങ്ങനെ ആഗ്രഹിച്ചു വന്നിട്ടും അതിൽ ഒരു എൻ്റെ ആ അപ്പോയിൻമെൻറ്റൊക്കെ പാസ്സാകാതെ വന്നപ്പോൾ ഞാൻ ഒത്തിരി തളർന്നു പോയി. പക്ഷേ എൻ്റെ ആ അധ്യാപന ജീവിതത്തിൽ ഞാൻ ഒരിക്കലും എപ്പോഴും സത്യസന്ധമായിട്ട് തന്നെയാണ് പെരുമാറിയിരുന്നത്. ആ ഒരു വിശ്വാസം എന്നിലുണ്ടായിരുന്നു, എൻ്റെ ഇത് പാസ്സാകും എന്ന്. പക്ഷേ മനുഷ്യനായതുകൊണ്ട് ആ ബലഹീനതകൾ കൊണ്ട് നമ്മൾ ചിലപ്പോൾ അങ്ങ് തളർന്നു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് എൻ്റെ ഒരു കസിൻ വഴി അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളൊക്കെ അറിഞ്ഞ് എനിക്കും കൃപാസനത്തിൽ വരണമെന്നും കൃപാസനത്തെക്കുറിച്ചൊക്കെ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. എൻ്റെ വീട് ആലപ്പുഴയായിരുന്നു. പക്ഷേ ഞാൻ അപ്പോഴൊന്നും അങ്ങനെ കൃപാസനത്തിൽ വരാനൊന്നും ആഗ്രഹം കാണിച്ചിട്ടില്ല. കൃപാസന പത്രമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അത് മുഴുവനായിട്ട് വായിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും വായിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ പല പള്ളികളിൽ അങ്ങനെ പോകുന്ന ഒരു രീതിയില്ലായിരുന്നു. സ്വന്തം ഇടവക പള്ളിയിൽ ഞായറാഴ്ച മാത്രം കുർബാന കാണുന്ന ഒരു വിശ്വാസി മാത്രമായിരുന്നു. ഇങ്ങനെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ കുമ്പസാരിക്കാനും കുർബാനയിലൊന്നും പങ്കെടുക്കാനും ഒന്നും അത്ര താല്പര്യമൊന്നും ഇല്ലാതിരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഇവിടെ വരാൻ ഞാൻ പലപ്പോഴും പലരെയും കൂട്ടുപിടിച്ചു വരാനൊരുങ്ങി. പക്ഷേ അതൊന്നും നടന്നില്ല. കൂട്ടുകൂടി വരാനായിട്ട് എനിക്ക് പറ്റിയില്ല. അമ്മ മാതാവ് ഞാൻ തന്നെ ഇവിടെ കണ്ടെത്തി വരണമെന്നാണ് ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ എനിക്ക് തന്നെ ഇവിടെ ഞാൻ തന്നെ കണ്ടെത്തി ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു.
അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ജീവിതത്തിൽ എന്തോ ഒരു പുതിയ ഒരു ശക്തി, ഒരു ധൈര്യമൊക്കെ ലഭിച്ചതുപോലെ എൻ്റെ കാര്യത്തിന് ഒക്കെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുമൊക്കെ ഉള്ളൊരു വിശ്വാസം എനിക്ക് ലഭിച്ചു. ഞാൻ പിന്നീട് ഈ ഓഫീസുകളിലൊക്കെ പോകുമ്പോൾ വിശുദ്ധ ഉപ്പുമൊക്കെ വിതറി അവിടെയുള്ള ഓഫീസിലുള്ള ആളുകൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ എൻ്റെ അപ്പോയിൻമെൻറ്റ് ഞാൻ ഒത്തിരി നടന്ന് മടുത്തു. അതുപോലെ ഭയങ്കരമായിട്ട് നാണക്കേട്, പിന്നെ പോകാനൊക്കെ മടിയൊക്കെ ഉണ്ടായ അവസ്ഥയായിരുന്നു. അങ്ങനെ പിന്നീട് ചെല്ലുമ്പോഴൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അങ്ങനെ 2024 ആയപ്പോഴത്തേക്കും എൻ്റെ അപ്പോയിൻമെൻറ്റൊക്കെ പാസ്സായി. എനിക്ക് ഹൈസ്കൂളിലേക്ക് പ്രൊമോഷൻ ലഭിച്ചു. ഹൈസ്കൂളിലെയും അപ്പോയിൻമെൻറ്റ് പാസ്സായി. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഒരു സ്ഥലം, ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് വീട് വെക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്തിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി സ്ഥലമൊക്കെ കാണാൻ പോയി. പക്ഷേ സ്ഥലം കാണാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിലൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു, പള്ളിയൊക്കെ അടുത്തുള്ള ഒരു സ്ഥലം കിട്ടണമെന്ന്. ഞാനിപ്പം തിരിച്ചു വന്നിട്ടേ ഉള്ളൂ, കുർബാനയ്ക്ക് പോകാനും കുമ്പസാരിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ അത് നിന്ന് പോകരുത് എന്നുള്ളൊരു ആഗ്രഹത്തിൽ അങ്ങനെ ദൂരെയൊക്കെ ആവുന്നതുകൊണ്ട് അങ്ങനെ പോകാതിരിക്കാൻ ഒരു അവസരം ഇല്ലാതിരിക്കണം എന്നൊക്കെ ഓർത്തുകൊണ്ട് പള്ളിയൊക്കെ ഉള്ള ഒരു സ്ഥലം വേണമെന്നിങ്ങനെ ആഗ്രഹിച്ചു. അപ്പോൾ അങ്ങനെ സ്ഥലം തപ്പി നടന്നു. പക്ഷേ അങ്ങനെ സ്ഥലം നമുക്ക് യോജിച്ച രീതിയിലും നമ്മുടെ ബഡ്ജറ്റിനൊത്തുള്ള സ്ഥലങ്ങളൊന്നും കിട്ടിയില്ല. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഒരു ബ്രോക്കർ ഇങ്ങനെ വിളിച്ചിട്ട് ഒരു വീട് കാണിക്കാനായിട്ട് വിളിച്ചു. അപ്പം എനിക്ക് താല്പര്യമില്ലായിരുന്നു, ഒരു വീടായിട്ട് വാങ്ങിക്കാൻ താല്പര്യമില്ല, നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിനൊരു വീട് പണിയണമെന്നൊക്കെ ഉള്ളൊരാഗ്രഹമായിരുന്നു. അപ്പം ഹസ്ബൻഡ് പോയി കണ്ടിട്ട് പറഞ്ഞു, ഒരു വീടാണ്, കുഴപ്പമില്ല, ഒന്ന് വന്ന് നോക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ല, എന്നാലും പുള്ളി പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങ് പോയി കണ്ടു. അപ്പം തന്നെ ഞാൻ എൻ്റെ കയ്യിൽ വിശുദ്ധ ഉപ്പും അതുപോലെ കാശുരൂപവും ഒക്കെ എടുത്തിരുന്നു. അങ്ങനെ ആ വീട് ചെന്ന് കണ്ടു. വീട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, കുറച്ച് പഴയ വീടാണെങ്കിലും അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ആ വിശുദ്ധ ഉപ്പും ആ കാശുരൂപവും ആ വീടിൻ്റെ അവിടെ ഇട്ട് പ്രാർത്ഥിച്ചു. ഇത് ഞങ്ങൾക്ക് ലഭിക്കേണ്ടതാണെങ്കിൽ, ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ മാത്രം ഇത് തന്നാൽ മതിയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവ അനുഗ്രഹം ആണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുവാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു എല്ലാം കൊണ്ടും നല്ല സൗകര്യമുള്ള ഒരു സ്ഥലത്ത്, വെള്ളവും എല്ലാം ഉള്ള ഒരു സ്ഥലത്ത് ഒരു വീടും 10 സെൻറ്റ് സ്ഥലവും കൂടെ വാങ്ങിക്കാനായിട്ട് സാധിച്ചു. സാമ്പത്തികമായിട്ടാണേലും നമ്മുടെ കയ്യിൽ അധികം പൈസയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, ആ 2 ആഴ്ച കൊണ്ട് എല്ലാം ക്രമീകരിച്ചു. ദൈവം തന്നു. ദൈവത്തിന് നന്ദി. അതുപോലെ തന്നെ വളരെ കുഞ്ഞിലേ തൊട്ട്, സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. ഒരു സ്ഥലത്ത് ചെറിയൊരു ദൂരം പോലും സഞ്ചരിച്ചാൽ ഭയങ്കര തലവേദന. ചില സ്പ്രേകളും അതുപോലെ തന്നെ പൗഡർ, അതിൻ്റെയൊക്കെ മണം അടിച്ചാൽ തന്നെ തലവേദന. പിന്നെ പൊങ്ങാൻ പറ്റത്തില്ല, വെട്ടം കാണാൻ പറ്റത്തില്ല, ഒച്ച കേൾക്കാൻ പറ്റാത്ത ഭയങ്കര ദേഷ്യവും അരിശവും ഒക്കെ ആയിട്ട് അങ്ങനെ ആയിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, നിയോഗത്തിൽ അത് വെച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു. വിശുദ്ധ തൈലവും ഉപ്പും തേനും ഒക്കെ ദിവസവും അത് ഉപയോഗിക്കാൻ തുടങ്ങി. കുഞ്ഞുങ്ങൾക്കും അത് കൊടുക്കാൻ തുടങ്ങി. അത് എപ്പോഴാണ് അത് പോയതെന്നൊന്നും അറിയത്തില്ല. കുറേ കഴിയുമ്പം അത് ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. എങ്ങും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനെയില്ല. 5 വർഷമായിട്ട് ഞാനൊരു 3/4 മണിക്കൂർ വണ്ടി ഓടിച്ചു പോകുന്ന സ്ഥലമാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇപ്പം വളരെ തലവേദനയൊന്നും വരാറില്ല അങ്ങനെ. അതുപോലെ തന്നെ കൂടുതൽ വിശ്വാസ ജീവിതത്തിലേക്ക് വരാനായിട്ട് സാധിച്ചു. കൊന്ത ചെല്ലാൻ എനിക്ക് ഭയങ്കര മടിയുള്ള ആളായിരുന്നു. സന്ധ്യാപ്രാർത്ഥനയിൽ ഒരു രഹസ്യം ചൊല്ലും, ബാക്കി മറ്റുള്ളവരാണല്ലോ ചെല്ലുന്നത്. പക്ഷേ ഇപ്പം മിക്കവാറുമൊക്കെ സ്കൂളിൽ പോകുന്ന വഴിയും വരുന്ന വഴിയും ഒക്കെ കൊന്ത ചൊല്ലിക്കൊണ്ട് പോവുക. അപ്പോൾ അങ്ങനെ നമ്മുടെ സമയം പോകുന്നതും അറിയത്തില്ല. നമുക്ക് കൊന്ത ചെല്ലാനായിട്ടും സാധിക്കുന്നുണ്ട്. അതിനുള്ള ഒരാഗ്രഹം ഉണ്ടാകുന്നുണ്ട്. അത് എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെ കരുതുന്നു. അതുപോലെ കുമ്പസാരിക്കാൻ ഭയങ്കര മടിയായിരുന്നു. ആ കുമ്പസാരം എന്ന ആ ശുശ്രൂഷയും 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചയ്ക്കുള്ളിലൊക്കെ ചെയ്യാനായിട്ട് മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രേരണ എപ്പോഴും തോന്നാറുണ്ട്. മറ്റുള്ള
മറ്റുള്ളവരോട് പെരുമാറുന്നതിലും മറ്റുള്ളവർ സഹായം ചോദിച്ചാൽ ആദ്യമൊക്കെ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് അവരുടെ ആവശ്യം അനുസരിച്ച് അറിഞ്ഞ് സഹായിക്കാനായിട്ട് ഒക്കെ പറ്റുന്നുണ്ട്. അതുപോലെ പാവപ്പെട്ട പ്രായം ചെന്ന അമ്മച്ചിമാർ താമസിക്കുന്ന ആ വൃദ്ധാലയങ്ങളിലും അതുപോലെ മാനസികമായി ബുദ്ധിമുട്ടുള്ളവരുടെയൊക്കെ ആലയങ്ങളിലൊക്കെ പോയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാനും സാമ്പത്തികമായിട്ടും ഒക്കെ സഹായിക്കാനും ഇപ്പം കൊടുക്കുന്നതിൽ എനിക്ക് കുറഞ്ഞു പോകുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഇപ്പം തോന്നാറില്ല. മറ്റത് നമുക്കൊട്ടും തികയത്തില്ല എന്നുള്ളൊരു ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്തോറും നമുക്ക് ലഭിക്കുമെന്ന് നമ്മുടെ പല അനുഭവങ്ങളിലൂടെയും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് ദൈവം ചെയ്തു തന്ന എല്ലാ ചെറുതായി വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ കൂട്ടത്തിൽ എനിക്ക് പറയാനുണ്ട്. അത് മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞു, നമ്മൾക്ക് കിട്ടിയത് പറയാൻ പറഞ്ഞു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന അമ്മയുടെ മധ്യസ്ഥയിലൂടെ വാങ്ങിച്ചു തന്ന തിരുക്കുമാരനും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു.